നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ലൊരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് പച്ചരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിലെ ആ സ്റ്റാർച്ചിൻ്റെ അംശമൊക്കെ മാറി വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് കുറഞ്ഞത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അവലാണ്. വെള്ള അവലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ 1 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് അവലെടുക്കുക. അതാണ് ഇതിൻ്റെ റേഷ്യോ. ഈ അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇനി ഈ അരി അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒത്തിരി കൂടുതലാകരുത്. വെള്ളം കൂടിയാൽ അരി അരിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അരിയുടെ അതേ ലെവലിലോ അല്ലെങ്കിൽ അല്പം താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്തെടുത്ത അവല് ചേർക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി അല്പം കൂടി വെള്ളം ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒരു 2 മിനിറ്റോളം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ കൂടുതൽ കട്ടിയുള്ള ബാറ്റർ ആവാനും പാടില്ല. ഇനി നമുക്കിത് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഇനി നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാനാണ്, നിങ്ങൾ തലേദിവസം അരച്ച് വയ്ക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ അതിനേക്കാളും താഴെ ഈസ്റ്റ് ചേർത്താൽ മതി. എന്നിട്ട് ഇത് അരച്ച് വെച്ച് ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ അപ്പോഴേക്കും പാകത്തിനായിട്ട് പുളിച്ച് പൊങ്ങി വരും. ഞാൻ 3 മണിക്കൂറാണ് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ടിത് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അതിനായിട്ട് തവ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി വീതം മാവ് കോരി ഒഴിക്കാം. ഇനി ഇതിന് മുകളിലൊക്കെ മുഴുവനും ഹോൾസ് ഒന്ന് പൊട്ടുന്നത് വരെ ഇതിങ്ങനെ തുറന്ന് വയ്ക്കുക. അതെ, ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഒരു അല്പസമയം മൂടി വെച്ച് വേവിക്കാം. ഇവിടെ ഈ അപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി ബാക്കിയുള്ള അപ്പം ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ തവയ്ക്ക് ഒരു കറക്റ്റ് ഒരു ചൂടുണ്ടാവണം കേട്ടോ. ചൂട് വളരെ കുറവാണെങ്കിൽ ഇതേപോലെ ഹോൾസ് ഒന്നും അതിൽ വരില്ല. പിന്നെ ഒത്തിരി ചൂടാണെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ അപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള അപ്പമാണ് കേട്ടോ. തേങ്ങ ചേർക്കാതെ നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. പിന്നെ അപ്പം നന്നാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. നല്ല ഇനം പച്ചരി തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈസ്റ്റ് നല്ലതായിരിക്കണം. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞ ഈസ്റ്റ് ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ റെസിപ്പി മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.